യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് നമ്മൾ കീഴടങ്ങുക. പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് രണ്ട് തരത്തിലുള്ള വെപ്പണുണ്ട്. ഡിഫൻസീവ് വെപ്പണുണ്ട്, ഒഫൻസീവ് വെപ്പണുണ്ട്. അത് ആക്രമണത്തെ ചെറുത്ത് നിൽക്കാനുള്ള ആയുധങ്ങളും ദൈവം തന്നിട്ടുണ്ട്, തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ആയുധങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറുത്ത് നിൽക്കുവാൻ വേണ്ടി എന്താണ് ദൈവം തന്നിരിക്കുന്ന ആയുധം? ചെറുത്ത് നിൽക്കുവാൻ ആയുധങ്ങളെ, തന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി വിശ്വാസം എന്നുള്ള പരിച. എത്ര വലിയ ആക്രമണം വന്നാലും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ എല്ലാം അവിടെ നിൽക്കും, അതിന്റെ ഇപ്പുറത്തോട്ട് വരികയില്ല. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. രണ്ടാക്രമണം വരുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകരുത്. ദൈവം കൂടെ ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന് ശാസിക്കും. ചിലരൊക്കെ പേടിച്ചാണ് ഈ വിശ്വാസത്തിൽ യുദ്ധം ചെയ്യുന്നത്. അത് യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് പേടി വരുമ്പോൾ യേശുവിന്റെ രക്തം രാത്രി 12 മണിക്ക് വീടിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ബൈബിൾ എടുത്ത് ഉടനെ തലയ്ക്ക് പിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബെഡിന്റെ അടിയിൽ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ തലയുടെ അടിയിൽ വെച്ചിട്ട് യേശുവിന്റെ രക്തം ആ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ പിശാചിന് മനസ്സിലാവും, ഓക്കെ ഇതൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഇവൻ പേടിച്ച് വിറച്ച് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസം എന്നുള്ള പരിചയം എടുക്കുമ്പോൾ അത് പറയുക മാത്രമല്ല, അത് വിശ്വാസത്തോട് കൂടെ നമുക്ക് തന്നെ പറയാൻ പറ്റണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാച് ഓടിപ്പോകണമെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്താൽ മതി. അവനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. നിസ്സാരമല്ല എതിർത്ത് നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ എന്നല്ല, നമ്മുടെ ബലം കൂടി നിൽക്കണം. നമ്മളൊരു പഞ്ച് മത്സരത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ച് നമ്മൾ ബലം പരിശോധിക്കുമ്പോൾ നമുക്ക് മാക്സിമം പവർ കൊടുത്താൽ മാത്രമേ അവനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഈ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മസിലിന്റെ പവറല്ല, ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് പിശാചിനെ ജയിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വചനം വേണം. എത്രത്തോളം വചനം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമോ, വചനം നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റുമോ, അത്രയും വചനങ്ങൾ നമ്മൾ ഗ്രഹിച്ചു വെച്ചിരിക്കുക. വച്ചിരുന്നാൽ മാത്രം പോരാ, സമയമാകുമ്പോൾ ഈ വചനങ്ങളെ പ്രയോഗിക്കുവാൻ നമുക്ക് പറ്റണം. കർത്താവിനെ പിശാച് പരീക്ഷിച്ചപ്പോൾ കർത്താവ് പിശാചിനെ ജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധിച്ചിട്ടല്ല, പ്രാർത്ഥിച്ചിട്ടല്ല, പാട്ട് പാടിയിട്ടല്ല, നേരെ മറിച്ച് എന്തായിരുന്നു? വചനം കൊണ്ടായിരുന്നു. ചോദിച്ച എല്ലാത്തിനും തിരിച്ചു പറയാൻ ഒരു വചനമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്കതിന് മറുപടിയായിട്ട് പറയാൻ ഒരു വചനം നമ്മുടെ കയ്യിലുണ്ടോ? ഒരു രോഗം വരുമ്പോൾ ആദ്യം അയ്യോ എല്ലാം തകർന്നല്ലോ എന്ന് വിളിക്കാതെ, ആ രോഗം വരുമ്പോൾ എന്ത് രോഗമോ വന്നോട്ടെ, എന്നാൽ എൻ്റെ കൂടെ യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. ആ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വരും. യേശുവിൻ്റെ രക്തം എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കും എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നു? അവിടെ ആയിരിക്കണം നമ്മുടെ വിജയം.